വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വൈസ് ചെയർമാൻ ശ്രീ ഡോക്ടർ ബിജു രമേശ് സർ, ഏറെ ബഹുമാനീയരായ വൈസ് ചെയർമാൻ, പ്രിൻസിപ്പൽ അടക്കം വേദിയിലും സദസ്സിലും ഉപവിഷ്ടനായിരിക്കുന്ന ബഹുമാനീയരായ അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷകർത്താവിൻ്റെയും ഇപ്പോഴത്തെ ചിന്തയും ആശങ്കയും എന്താണ് എന്ന് ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു 3 വർഷത്തിന് മുൻപ് നിങ്ങളെപ്പോലെ ഒരു രക്ഷകർത്താവായി ഈ കലാലയത്തിൽ കടന്നു വന്നതാണ് ഞാനും. ഇന്നലെ വരെ നമ്മുടെ ചെറുകിനടിയിലുണ്ടായിരുന്ന, നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന നമ്മുടെ മക്കൾ, അവർ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റിലേക്ക് കിടക്കുന്ന ഈ സമയം, അത് ഒരു രക്ഷകർത്താവിനെ സംബന്ധിച്ചും അത്ര ഈസിയായി ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ മകനെ ഇവിടെ ആക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു സമാധാനം ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ, ഇവിടുത്തെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, അത് മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസം കഴിയുമ്പോഴും ഇവിടുത്തെ അധ്യാപകർ, ഇവിടുത്തെ മാനേജ്മെന്റ് ഒക്കെ നമ്മളോടുള്ള അവരുടെ സമീപനം, നമ്മുടെ മക്കളെ കരുതുന്ന അവരുടെ കരുതൽ, അതൊക്കെ ഓരോ ദിവസവും ഇന്ന് ഈ നിമിഷം വരെ 100% ഞാൻ സംതൃപ്തയാണ്. ആ സംതൃപ്തി എന്നിലേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് ഞാൻ പത്തനംതിട്ടയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ മക്കൾ, നമ്മൾ അവരെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തില്ല എങ്കിൽ ആ നിമിഷം മുതൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, നമ്മുടെ BP കൂടും. പിന്നെയും ഓരോ നിമിഷം കഴിയുമ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും തളർന്നു പോകുന്നതായി നമുക്ക് തോന്നും. അതല്ലേ എല്ലാ രക്ഷകർത്താക്കളുടെയും അവസ്ഥ? പക്ഷേ നമ്മുടെ മക്കൾക്ക് ആ ഒരു വികാരങ്ങളോ വിചാരങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവുമെന്ന് നമ്മൾ ധരിക്കുകയും വരുത്. കാരണം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അവർ ജൻസികളാണ്. അതിവേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകം മുഴുവൻ ഒരു വിരൽത്തുമ്പിൽ കൂടി അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചു, ഒരു സിനിമ കാണുന്നതിനുള്ള ക്ഷമ നമുക്കാർക്കും കിട്ടുന്നില്ല എന്ന്. ജെൻസികൾക്ക് മാത്രമല്ല, ചെറുപ്പക്കാർക്ക് മാത്രമല്ല, നമ്മളിൽ എത്ര പേർ ഇന്ന് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ നമ്മുടെ മൊബൈൽ ഫോണിൽ ക്ഷമയോടെ കാണും? 1 മിനിറ്റും അതിൽ താഴെയും ദൈർഘ്യമുള്ള റീലുകൾ മാത്രം കാണുന്ന രീതിയിലേക്ക് നമ്മുടെ ബ്രെയിൻ സജ്ജമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിവേഗതയിൽ ലോകം ഇങ്ങനെ ഓടുകയാണ്. നമ്മുടെ ബ്രെയിനും എല്ലാ സാഹചര്യങ്ങളും അതിനനുസരിച്ച് സജ്ജമാക്കപ്പെടുകയാണ്. അപ്പോൾ അതിനിടയിൽ നമ്മൾ കാണുന്ന ചില വലിയ വാർത്തകളുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ദിനംപ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ രക്ഷകർത്താക്കളെ എത്രമാത്രം ഭയപ്പെടുത്തുന്നുണ്ടല്ലേ? നമുക്ക് അതിതീവ്രമായ ശ്രദ്ധയുണ്ടാവണം. നമ്മുടെ മക്കളുടെ ഓരോ ചലനങ്ങളിലും, നോട്ടങ്ങളിലും, വാക്കുകളിലും ഒക്കെ നമ്മൾ രക്ഷകർത്താക്കളുടെ ശ്രദ്ധയുണ്ടാവണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ അച്ഛനമ്മമാരുടെ ചിറകിൻ കീഴിൽ നിന്ന് പറക്കുകയാണ്. ഒരനന്തമായ വിഹായസം നിങ്ങൾക്ക് മുന്നിൽ പറന്ന് ഉയരാനായിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരുപാട് അപകടത്തിൻ്റെ വലകൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അതിൽ പെടാതിരിക്കുക, അത്രമാത്രം കോൺഷ്യസ് ആയി മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് നിങ്ങളുടേത് മാത്രമായ ഉത്തരവാദിത്തമാണ്. ജീവിതത്തെക്കാൾ വലിയ ഒരു ലഹരിയുമില്ല എന്ന് ഗുരു നിത്യചൈതന്യയുടെ വാക്കുകൾ മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒന്നുകൂടി പറയാം. ഈ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പടി കടന്നു വന്നിട്ടുള്ള ഒരു രക്ഷകർത്താവിനും നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട. അവരെപ്പറ്റി നിങ്ങൾ ആകുലപ്പെടേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തമായ അതീവ ശ്രദ്ധ അതുമാത്രം നടത്തിയാൽ മതി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.